പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഫേസിൽ വരുന്നൊരു പ്രശ്നമാണ് പ്രഗ്നൻസി മാസ്ക് അഥവാ പ്രഗ്നൻസി മെലാസ്മ എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് കാരണം ഉണ്ടാവുന്നതാണ്. ഈ സമയത്ത് കുറച്ച് ഇറിറ്റേറ്റ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അസിലിക് ആസിഡ്. ഇത് എക്സ്ട്രീം കണ്ടീഷനിൽ മാത്രമേ ഞാൻ എല്ലാവരുടെ പറയാറുള്ളൂ. കാരണം നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അസിലിക് ആസിഡ് ക്രീം രാത്രി യൂസ് ചെയ്യുക. ദെൻ അത് ഗ്രാജുവലി നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുക. സ്കിൻ ഇറിറ്റേഷൻ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഓൾറെഡി പ്രഗ്നൻസി മാസ്ക് വരുന്ന ഒരാൾക്ക് അത് പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി ഹോർമോൺ വെയർ ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് പോവുകയും ചെയ്യും. നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഓൾറെഡി പിഗ്മെന്റേഷൻ ഉള്ള സ്കിന്നിൽ സൺ ഡാമേജും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ പിഗ്മെന്റേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കോജിക് ആസിഡും അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡും ഒക്കെ യൂസ് ചെയ്ത് ഇത് മാറ്റുകയും ചെയ്യാം. കാരണം പ്രഗ്നൻസിയുടെ സമയത്ത് ഒരുപാട് പേർക്കും സെൻസിറ്റീവ് സ്കിൻ ആവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞത്. അതല്ല നിങ്ങൾക്ക് ഓൾറെഡി സ്കിൻ ഇതൊന്നും യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡിന്റെ 5% എബോൾഡ് ടോണർ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുമ്പോൾ അസിലിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഡോട്ടോണയിൽ നമുക്ക് സ്വിച്ച് ഒക്കെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഇടയ്ക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.